ആകട്ടെ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നബീൽ. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്: ഒരു വ്യക്തിക്ക് സന്മാർഗം നൽകാനുള്ള പരമാധികാരം ദൈവത്തിനാണെങ്കിൽ പരലോക ശിക്ഷയ്ക്ക് എന്ത് യുക്തിയാണുള്ളത്? അസ്സലാമു അലൈക്കും. ഈ മതകീയ സമൂഹത്തിൽ അല്ലെങ്കിൽ മതമേഖലകളിൽ ഏറ്റവും അധികം ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് സഹോദരൻ ചോദിച്ച ചോദ്യം. ഒരു മനുഷ്യന് സന്മാർഗം നൽകാനുള്ള പരമാധികാരം അവൻ്റെ സൃഷ്ടാവിനാണുള്ളതെങ്കിൽ പിന്നെ പരലോകത്ത് രക്ഷയും ശിക്ഷയും നൽകുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് എന്നാണ്. ഇവിടെ വളരെ ലളിതമായ വളരെ സരളമായ ഒരു കാര്യമാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്ന വിധിവിശ്വാസം എന്ന് പറയുന്നത്. വിധിവിശ്വാസത്തിൻ്റെ ഒരു മേഖലയിലാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഭൂമിയിൽ പിറവിയെടുക്കുന്ന ഏതൊരു മനുഷ്യനും സ്വർഗാവകാശിയായിട്ടാണ് ജനിക്കുന്നത്. ജന്മം ഒരിക്കലും ഒരു മനുഷ്യനെ നരകാവകാശിയാക്കുകയില്ല. ഏതു മതത്തിൻ്റെ ആളായി അല്ലെങ്കിൽ ഏതു മതത്തെ പ്രതിനിധീകരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ഉപ്പയുടെയും ഉമ്മയുടെയും മകനായി മകളായി ജനിച്ചാലും കുല്ലു മൗലൂദ് യൂലദു അലൽ ഫിത്ര, ഏറ്റവും നല്ല ശുദ്ധ പ്രകൃതിയിലാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും ജനിച്ചു വരുന്നത്. ജന്മം ഒരിക്കലും ഒരു മനുഷ്യന് തിന്മ പ്രദാനം ചെയ്യുന്നില്ല, നരകാവകാശിയാക്കുന്നില്ല. ഇനി രണ്ടാമത്തത് വിഷയം, വളർന്നു വരുന്ന സാഹചര്യത്തിലാണ് അവരുടെ മാതാപിതാക്കളാണ് അവരെ വിവിധ ആശയക്കാരും വിവിധ അഭിപ്രായക്കാരുമാക്കി മാറ്റുന്നത്. അങ്ങനെ ഈ വളർന്നു വരുന്ന ഈ ഒരാൾ അയാൾ ഒരു മുസ്ലിം മാതാവിൻ്റെയും പിതാവിൻ്റെയും മകനായി മകളായി ജനിച്ച് അങ്ങനെ വരുമ്പോൾ അയാൾ ഇസ്ലാം സ്വീകരിച്ചു പോകുന്നു. എന്നാൽ മുസ്ലിം അല്ലാത്തൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മകനായി വരുമ്പോൾ ആ മാർഗത്തിലൂടെ പോകുന്നു. ആ മാർഗമാണെങ്കിൽ ശരിയായ ദൈവസമർപ്പണത്തിന്റെ വഴി അല്ലെങ്കിൽ തീർച്ചയായും നരകശിക്ഷയ്ക്ക് കാരണവുമായി തീരുകയും ചെയ്യുന്നു എന്നാണ്. അപ്പൊ എങ്ങനെയാണ് ശിക്ഷിക്കുക എന്നത് ഇവിടെ നമ്മൾ ആലോചിക്കണം. അയാൾ നന്നാവണമെന്ന് തീരുമാനിച്ചു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സന്മാർഗം കരസ്ഥമാക്കാൻ ആവശ്യമായ എല്ലാ വഴികളും ഇവിടെ നിശ്ചയിച്ചതിന് ശേഷമാണ് ഈ ഭൂമിയിൽ ഒരാൾ ജനിക്കുന്നത്. ഒന്ന്, സത്യം മനസ്സിലാക്കാൻ ആവശ്യമായ ഒരു മനുഷ്യന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? കണ്ണ്, കാത്, ഹൃദയം, അല്ലെ? മനനശേഷി. ഒരു സത്യം മനസ്സിലാക്കാൻ ആവശ്യമായ ശേഷി ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരേപോലെയാണ് നൽകിയിട്ടുള്ളത്. ദൈവവിശ്വാസം, പരലോക വിശ്വാസം, പ്രവാചക വിശ്വാസം, വേദഗ്രന്ഥ വിശ്വാസം, ഇതൊക്കെ ശരിയോ തെറ്റോ എന്ന് കണ്ടെത്താൻ, ഞാൻ ജനിച്ച മതം തന്നെയാണോ ശരി അതോ മറ്റു മതങ്ങളാണോ ശരി എന്ന് കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ജ്ഞാനം എല്ലാ ആളുകൾക്കും തുല്യമായ രീതിയിലാണ് സൃഷ്ടാവായ പടച്ചതമ്പുരാൻ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളോട് ഒരിക്കലും സത്യം മനസ്സിലാക്കാനുള്ള ഒരു മാർഗം എന്ന നിലയ്ക്ക് ഒരാളോടും സൃഷ്ടാവായ പടച്ചതമ്പുരാൻ അനീതി ചെയ്തിട്ടില്ല. അവന് സത്യം കണ്ടെത്താനുള്ള വഴി അവന് നൽകിയിട്ടുണ്ട്. എന്നിട്ട് ഖുർആൻ ഒന്നുകൂടെ പറഞ്ഞു, ഈ വഴിയിൽ ഒരാൾ സഞ്ചരിക്കുന്നു. നിങ്ങൾ നടന്നു വരികയാണെങ്കിൽ നിങ്ങളൊരു ഒരു ചാണെടുത്താൽ ഒരു മുഴം ഞാൻ എടുക്കും. ഒരു നടന്നു വരികയാണെങ്കിൽ ഓടി വരികയാണെങ്കിൽ അതിനേക്കാൾ വേഗതയിൽ നിങ്ങൾ അടുക്കലേക്ക് വരും. അപ്പൊ സന്മാർഗം കരസ്ഥമാക്കണം എന്ന് കരുതിയിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സന്മാർഗത്തിനാവശ്യമായ വഴി സൃഷ്ടാവ് അവനെ എളുപ്പമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിലും അവരോട് എതിര് നിൽക്കുകയില്ല. അപ്പോൾ ഒരു മനുഷ്യന് എനിക്ക് നന്മ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അയാൾ നന്മ ചെയ്യണമെന്ന് വിചാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് നന്മ തടയുന്ന സംവിധാനം ഒരിക്കലും അവനെ സൃഷ്ടിച്ച പടച്ചതമ്പുരാന്റെ അടുക്കൽ നിന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായും പിന്നെ എന്താണ് പരലോകത്ത് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശിക്ഷിക്കുന്നതിൽ അർത്ഥമുള്ളത് എന്ന ചോദ്യത്തിന് പ്രസക്തിയുള്ളത്. എന്നാൽ ഒരാൾക്ക് സന്മാർഗം നൽകുന്ന പരമാധികാരം എന്ന് പറയുന്നത് ആരാണോ സന്മാർഗം ഈ ഭൂമിയിൽ നിശ്ചയിച്ചത് ആ സൃഷ്ടാവിന്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ്. അമേരിക്കക്കാരായ ദൈവനിഷേധിയായ ഒരാൾ ഒരു വാഹനം ഓടിക്കാൻ തീരുമാനിച്ചു. പക്കാ ദൈവവിശ്വാസിയായ ഒരാളും ദൈവനിഷേധിയായ ഒരാളും ഒരേ വാഹനം ഓടിക്കുന്നു. ഒരു കാറ്, ആ കാറ് ചാവി കൊടുത്തു. ദൈവനിഷേധി ചാവി തിരിച്ചു, വണ്ടി സ്റ്റാർട്ടായി, ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു, ആക്സിലേറ്റർ കൊടുത്തു, വണ്ടി മുന്നോട്ട് പോകും. ദൈവവിശ്വാസിയായ ഒരാളും അതേപോലെ ചെയ്താൽ വണ്ടി മുന്നോട്ട് പോകും. ദൈവവിശ്വാസിക്കും ദൈവനിഷേധിക്കും ചെയ്ത കർമ്മത്തിന് പ്രതിഫലം കിട്ടും. ഒരു തർക്കമില്ല, അതിന് ഒരു തരത്തിലും വ്യത്യാസമില്ല.
എന്നാൽ ദൈവവിശ്വാസിയും ദൈവനിഷേധിയും ഇവിടെ എവിടെയാണ് വ്യത്യാസമാകുന്നത് എന്നതാണ് വിഷയം. ഇപ്പോ അമേരിക്കക്കാരനായ ദൈവനിഷേധിയായ ഒരാളോ മക്കാരനായ മക്കത്തുള്ള ദൈവനിഷേധിയായ ഒരു മനുഷ്യനോ അയാൾ ദൈവനിഷേധിയാകുന്നത് മക്കയും അമേരിക്കയും അടിസ്ഥാനത്തിലല്ല, അവന്റെ മാനസികാവസ്ഥക്കനുസരിച്ചാണ്. അപ്പൊ ദൈവനിഷേധിയായ ഒരു മനുഷ്യൻ ദൈവനിഷേധിയാകുന്നത് അവനെ ദൈവനിഷേധി സിട്ടാവ് അവനെ ദൈവനിഷേധിയാക്കിയത് കൊണ്ടല്ല. പ്രവാചകന്റെ മുമ്പിൽ ഒരു വിഷയം വന്നു, പ്രവാചകന് ശേഷം ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഒരു വിഷയം വന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു മോഷ്ടാവിനെ പിടിച്ചു. മോഷ്ടാവിനെ പിടിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോഷണം നടത്തി എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിന്റെ കൈ വെട്ടാൻ വേണ്ടി വിധിച്ചിട്ടുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, എന്താ ഇത് ചെയ്യുന്നത്? ഇന്ന സമയത്ത് മോഷണം നടത്തണം, ഞാൻ ഇന്ന സമയത്ത് മോഷണം നടത്തണം എന്ന് പടച്ചോൻ ആദ്യം തന്നെ തീരുമാനിക്കുക, ആദ്യം തന്നെ നിശ്ചയിക്കുക. എന്നിട്ട് ആ സമയത്ത് ഞാൻ മോഷ്ടിച്ചു കഴിഞ്ഞാൽ എന്റെ കൈ വെട്ടുകയും ചെയ്യാം. ഇതെങ്ങനെ? പടച്ചോന്റെ വിധിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മോഷണം നടത്തിയത്, പിന്നെ എങ്ങനെ എന്റെ കൈ വെട്ടുക? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കൈ വെട്ടാൻ തീരുമാനിച്ചു. കാരണം എന്താ? അത് അള്ളാന്റെ വിധിയാണ്. ഇന്ന സമയത്ത് എന്റെ കൈ വെട്ടണമെന്ന് പടച്ചോന്റെ വിധിയുണ്ട്, അതുകൊണ്ട് എന്റെ കൈ വെട്ടുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ ആദ്യം പറഞ്ഞ പൊട്ടത്തരം ഇയാൾക്ക് മനസ്സിലായത്. അല്ലേ? തെറ്റു ചെയ്യാൻ ഒരാൾ തെറ്റിന്റെ എല്ലാ ഘടകങ്ങളും വന്നു കഴിഞ്ഞാൽ ആ തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനെ പരമാവധി പിന്തിരിപ്പിക്കാൻ ആവശ്യമായ ശ്രമങ്ങളാണ് പടച്ചോൻ ചെയ്യുക. അതിനാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഒരു വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ്. മോഷണം നടത്തുന്ന തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ തെറ്റ് ചെയ്യുന്ന മനുഷ്യന്റെ ശരീരം തെറ്റിനെതിരായിരിക്കും. വിവാഹ ബന്ധത്തിലൂടെ, ഭാര്യ ഭർത്തൃബന്ധത്തിലൂടെ ഹൃദയാഘാതം, ഹൃദയസ്തംഭനത്തിനുള്ള സാധ്യത 0.1% പോലുമില്ല എന്ന് വൈദ്യശാസ്ത്രം കണക്കാക്കിയിരിക്കുന്നു. എന്നാൽ ബലാത്സംഗത്തിലൂടെ ഹൃദയസ്തംഭനത്തിനുള്ള കാരണം 80%-ലധികമാണ്. രണ്ടും പ്രക്രിയ ഒന്നല്ലേ? ആണ്. പക്ഷെ ഒരു തെറ്റാകുമ്പോ ശരീരം അതിന് സ്വയം പ്രതിരോധത്തിന്റെ മാർഗം കാണും. മോഷ്ടിക്കുന്ന ഒരാളുടെ കൈകാലുകൾ വിറക്കും. തെറ്റു പറഞ്ഞൊരു മനുഷ്യൻ, കളവ് പറഞ്ഞ മനുഷ്യന് പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കിയാൽ കളവാണോ അസത്യമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ യന്ത്രത്തിന്റെ പ്രത്യേകതയല്ല, മനുഷ്യന്റെ ശരീരത്തിൽ സംഭവിക്കുന്ന ജൈവപരമായ വ്യത്യാസത്തിന്റെ ആ വ്യത്യാസത്തെ, രാസപ്രക്രിയാ വ്യത്യാസത്തെ മനസ്സിലാക്കിയിട്ടാണ് കളവോ സത്യമോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ശരീരം തന്നെ തെറ്റു ചെയ്യുമ്പോൾ ആ തെറ്റിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ സംവിധാനം നൽകിയിട്ടുണ്ട്. നന്മ ചെയ്യാൻ വിചാരിക്കുന്ന ഒരു മനുഷ്യന് എല്ലാവിധ സൗകര്യങ്ങളും സിട്ടാവ് വകവെച്ചു കൊടുക്കുന്നു. തിന്മ ചെയ്യാൻ തീരുമാനിച്ചൊരു മനുഷ്യന് ആ തിന്മയെ തടുക്കാൻ ആവശ്യമായ ശരീരപ്രധാനമായ മേഖലകൾ കൂടി സംവിധാനിച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ടും ഒരു മനുഷ്യൻ തെറ്റു ചെയ്യാൻ തീരുമാനിച്ചു പോകുന്നുണ്ട് എങ്കിൽ അതവന്റെ തന്നെ ശ്രമത്തിന്റെ ഫലമാണ്. വമാ അസ്വാബ മിൻ ഹസനത്തിൻ ഫമിൻ അല്ലാഹ് വമാ അസ്വാബ മിൻ സയ്യത്തിൻ ഫമിൻ നഫ്സിക. നന്മയായി നിന്നിൽ എന്ത് സംഭവിക്കുന്നുവോ അത് സിട്ടാവിൽ നിന്നാണ്, തിന്മയായി എന്ത് സംഭവിക്കുന്നുവോ അത് തീർച്ചയായും നിന്റെ ശ്രമഫലമായിട്ടാണ് സംഭവിക്കുന്നത്. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ സന്മാർഗം ലഭ്യമാകാൻ ആവശ്യമായ വഴി തേടിയാൽ അവന് സന്മാർഗം ലഭിക്കും. ഒരു തരത്തിലും പടച്ചതമ്പുരാൻ അത് നിഷേധിക്കുകയില്ല. എന്നാൽ സന്മാർഗം നൽകുന്നതിന്റെ പരമാധികാരി സിട്ടാവായ പടച്ചതമ്പുരാനാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ഒരു അധ്യാപകൻ പറയാണ്, ഇങ്ങനെ ക്ലാസിന്റെ അവസാനത്തിൽ മാർച്ച് മാസത്തിൽ നിൽക്കുന്ന സമയത്ത് അധ്യാപകൻ പറയാണ്, ഈ കോലത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു 4 ആൾ തോൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കുറച്ച് ആൾക്കാർ തീരുമാനിക്കാം, മൂപ്പരേതായാലും നമ്മൾ 4 ആൾക്കാർ തോൽക്കും തീരുമാനിച്ചിരിക്കണം, പിന്നെ എന്താ പരീക്ഷ എഴുതിയിട്ട്. ഇത് ഇങ്ങനെ പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ യുക്തി എന്താ? ഒരു ഡോക്ടറുടെ അടുക്കൽ ഒരാൾ സമീപിച്ചു. അയാൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, MRI ചെയ്യണം. MRI ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ അയാൾക്ക് ക്യാൻസർ. ഈ രോഗി പറഞ്ഞു, നിങ്ങളൊരു ഒലക്കമ്മല് അല്ലെങ്കിൽ നിങ്ങളൊരു MRIന്റെ പരിപാടി അത്. ആ MRI ചെയ്തുകൊണ്ടാണ് നമുക്ക് ക്യാൻസർ ഉണ്ടായതെന്ന് ഈ രോഗി പറയോ? ഇല്ല. ഡോക്ടറുടെ പരമമായ അറിവ് ഡോക്ടർക്കില്ല. എന്നാൽ ഡോക്ടർക്ക് ഈ രോഗിയേക്കാൾ ഒരു വിഷയത്തെ ഡയഗ്നോസ് ചെയ്യാനുള്ള അറിവുണ്ട്. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ആ രോഗിയെക്കുറിച്ച് ഡോക്ടർ ഒരു കാര്യം പറയുന്നു, അത് ഏറെക്കുറെ സത്യമായി വരുന്നു. ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളെ കുറിച്ച് ഏറെക്കുറെ അറിവും പരിജ്ഞാനവും ഉള്ളത് കൊണ്ട് ഒരു വിഷയം പറയുന്നു, അത് ഏറെക്കുറെ സത്യമായി വരുന്നു. അധ്യാപകനെക്കാളും ഡോക്ടറെക്കാളും അറിവിന്റെ പരമാധികാരിയായ പടച്ചതമ്പുരാൻ ഇന്ന്, ഇന്നലെ, നാളെ എന്ന് പറയുന്ന കാലസങ്കല്പമില്ലാത്ത പടച്ചതമ്പുരാൻ, ആ പടച്ചതമ്പുരാൻ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ ഒരു മനുഷ്യൻ നരകത്തിൽ എന്ന് ആ പടച്ചതമ്പുരാന് അറിയുന്നു എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ, അയാൾ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്ന ഇച്ഛാ സ്വാതന്ത്ര്യത്തെ
ഇച്ഛാസ്വാതന്ത്ര്യത്തെ ഒരിക്കലും തടസ്സപ്പെടുത്തുന്നില്ല, ഒരിക്കലും എതിര് നിൽക്കുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ ചര്യയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരെ മറിച്ച് യുക്തിപരമായ വീക്ഷണം എന്ന് പറയുന്നത് നന്മ ചെയ്യുന്ന ഒരു മനുഷ്യന് നന്മ ചെയ്യാൻ സൗകര്യം നൽകുക എന്നതാണ്. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് ആ നന്മ തടയുന്ന ഒരു സംവിധാനം സൃഷ്ടാവ് നൽകുന്നുണ്ട് എങ്കിൽ അതാണ് അനീതി, അതാണ് ഏറ്റവും വലിയ അപകടം. അങ്ങനെയൊരു സംവിധാനം ഇസ്ലാം നിശ്ചയിക്കുന്ന മതത്തിലില്ല, അള്ളാഹുവിന്റെ തീരുമാനത്തിലും